കൊച്ചി മെട്രോ സ്റ്റേഷനിൽ കോൺക്രീറ്റ് ഇളകി. എളംകുളം മെട്രോ സ്റ്റേഷനിലെ തൂണുകളിലും ബീമുകളിലുമാണ് കോൺക്രീറ്റ് ഇളകി കമ്പി തെളിഞ്ഞത്. അപകടം ഒഴിവാക്കാൻ ബീമുകൾ വലകെട്ടി സുരക്ഷിതമാക്കിയ ആശങ്കയുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൊച്ചി മെട്രോ സ്റ്റേഷനിലെ കോൺക്രീറ്റ് ഇളകി കമ്പി തെളിഞ്ഞ അവസ്ഥയിലാണ്. എന്തായാലും അതിപ്പോൾ പ്രദേശവാസികൾക്കടക്കം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി മെട്രോ സ്റ്റേഷനിലെ തൂണുകളിലും ബീമുകളിലും അപകടം ഒഴിവാക്കാനായി വലകെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, എന്തായാലും നിലവിൽ ഇപ്പോൾ വലകെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന സ്ഥിതിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. എന്താണ് പ്രദേശവാസികളടക്കം പറയുന്നത്? ഒപ്പം തന്നെ സുരക്ഷാ പരിശോധന അതടക്കം നടത്തേണ്ടതല്ലേ? ഇപ്പോൾ അതിൻ്റെ സുരക്ഷാ പരിശോധനകളെല്ലാം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചി മെട്രോ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രശ്നമുണ്ടായിട്ടുള്ള എളംകുളം മെട്രോ സ്റ്റേഷന് താഴെയാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണാം, ഈ മഞ്ഞ നിറത്തിലാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ താഴെയുള്ള ഈ ബീമുകളെല്ലാം തന്നെ പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പച്ച നിറത്തിൽ കാണുന്നത് വലയാണ്. വല കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ബീമുകളാണ് പ്രധാനമായും ഇത്തരത്തിലൊരു അപകടാവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ ഗുരുതരമായിട്ടുള്ള അപകടാവസ്ഥ ഇല്ല എന്നുള്ളതാണ് കൊച്ചി മെട്രോ അധികൃതർ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. കോൺക്രീറ്റ് പാളികൾ അടർന്നിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു വർഷത്തോളമായി, ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇങ്ങനെ പലയിടങ്ങളിലായി കോൺക്രീറ്റ് പാളികൾ അടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കൊച്ചി മെട്രോ പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഇളകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കോൺക്രീറ്റുകൾ താഴെ വീണ്. നമുക്കറിയാം, ദിവസേന 1000-ലധികം വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വളരെ തിരക്കേറിയ സമയമാണ്. ഒരു നിമിഷം പോലും ഇവിടെ വാഹനങ്ങൾ ഒഴിഞ്ഞ ഒരു സമയമില്ല. ആ സമയത്ത് ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളികൾ കൂടുതൽ ആളുകളുടെ മേലിലേക്കോ വാഹനങ്ങളുടെ മേലിലേക്കോ വീഴാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടപടിയെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ആ ദൃശ്യങ്ങളിലുള്ള തകർന്ന ഭാഗം, അതായത് കോൺക്രീറ്റ് പാളികൾ തകർന്ന ഭാഗം ആ മഞ്ഞ പെയിൻറ് തന്നെ അടിച്ച് മാറ്റിയിരിക്കുകയാണ്, വലിയൊരു ആശങ്ക ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിൽ കാണുന്ന ഈ കോൺക്രീറ്റ് പാളി, അതായത് ഈ ബീം പച്ച നിറത്തിലുള്ള വല വെച്ചിട്ടുള്ള ബീമിനുള്ളിലും ഇതുപോലെ തന്നെ കോൺക്രീറ്റുകൾ അടർന്ന് വീണതായിട്ട് കാണാം. ഒരു വല മറിച്ചതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് അത് വ്യക്തമല്ല, പക്ഷേ അതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും കോൺക്രീറ്റ് പാളി അടർന്ന് വീണിട്ടുണ്ട്. അകത്തുള്ള കമ്പികൾ തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് DMRCക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈനിങ്ങിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ അയച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഒരാഴ്ചക്കകം തന്നെ അറ്റകുറ്റപ്പണികൾ നടക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഗതാഗതം അടക്കം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മെട്രോ സർവീസ് ഇല്ലാത്ത സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് അരൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗത്ത് ബീം തകർന്നു വീണ് ഒരു അപകടം ഉണ്ടായി, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടിയായപ്പോൾ ആളുകളിൽ വലിയൊരു ആശങ്കയുണ്ട്. പക്ഷേ ഒരു വർഷത്തിനകം തന്നെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഇളകിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ നടപടിയെടുക്കണമായിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണത്തിലെ അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തണം. അതുപോലെ തന്നെ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം ഇത്തരത്തിൽ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് രണ്ടാം ഘട്ടത്തിലുള്ള നിർമ്മാണമാണ് ഇത്, ഈ എളംകുളം സ്റ്റേഷൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു പാളികൾ അടർന്നു വീഴുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിർമ്മാണത്തിലടക്കം എന്തെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ കൊച്ചി മെട്രോ അധികൃതർ പറയുന്നത് ഒരു സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനില്ല, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. കുറച്ച് സമയത്തെ അറ്റകുറ്റപ്പണികളുടെ മാത്രമേ ഉള്ളൂ. ഒരു ബലക്ഷയമോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ കപ്പാസിറ്റിക്കോ യാതൊരു
കുറവോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതോടകം നടത്തിയ പരിശോധനയിൽ കൊച്ചി മെട്രോയ്ക്ക് ബോധ്യപ്പെട്ടതുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അറ്റകുറ്റപ്പണികൾ അടക്കം ഉടനടി നടക്കും എന്നുള്ളതാണ്.